വന്ദന വന്ദന വാതിൽ തുറക്ക്. വന്ദന 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 വാതിൽ തുറക്കാൻ. വന്ദന എന്തീ കാണിക്കുന്നേ? വന്ദന വന്ദന വാതിൽ തുറക്കാൻ. വന്ദന വന്ദന പ്ലീസ് വാതിൽ തുറക്ക്. നന്ദനമ്മേ എന്താ ഉറങ്ങ കണ്ടില്ലടി ഇപ്പൊ ആനന്ദവല്ലിയുടെ ചരടുവലിക്കൊത്ത് ചലിക്കുന്ന രണ്ടു പാവകളാണ് ജഗനും വന്ദനയും. ആനന്ദവല്ലിയുടെ പാവക്കൂത്ത്. ഭാര്യയ്ക്കും ഭർത്താവിനും ഒരു മുറി കഴിയാൻ അനുവാദമില്ല. ഒന്ന് മിണ്ടാൻ പോലും സ്വാതന്ത്ര്യമില്ല. ഇത് കൊള്ളാം. ഈ അവസ്ഥ 41 ദിവസം വരെ സഹിക്കാനുള്ള സഹനശക്തി ഒന്നും ജഗനുണ്ടാവൂ? വന്ദനയ്ക്ക് അവനോട് അറപ്പും വെറുപ്പുമാണെന്ന് ജഗന് തോന്നി തുടങ്ങി. അങ്ങനെ പെരുമാറാനുള്ള കാരണം എന്താണെന്ന് വന്ദനയ്ക്ക് ജഗനോട് പറയാനും നിവർത്തിയില്ലല്ലോ. ഫലമോ ഒരു നാൾ സഹികെട്ട് ജഗൻ വന്ദനയെ ചവിട്ടി പുറത്താക്കിയിരിക്കും. അതേടി, ജഗൻ വന്ദനയെ എന്നേക്കുമായി ഉപേക്ഷിച്ചിരിക്കും. ആനന്ദവല്ലിയുടെ ലക്ഷ്യം വർക്കൗട്ട് ആകുന്ന ദിവസത്തിന് വേണ്ടി കാത്തിരുന്നോ മോളെ? അഴിഞ്ഞാട്ടക്കാരിയും ശാപം പിടിച്ചവളുമായ വന്ദന പുറത്താവട്ടെ. മറ്റൊരു വിവാഹം കഴിക്കാൻ പോലും ആകാത്ത മാനസിക അവസ്ഥയില് സ്വയം തകർന്ന് മുഴുഭ്രാന്തനായി ഈ ജഗനും അലഞ്ഞു തിരിയട്ടെ. ഇനി ഈ ബംഗ്ലാവില് ഒരേ ഒരു മരുമകള് മാത്രമേ ഉള്ളൂ, വിദ്യ. എല്ലാം വിദ്യക്ക് കൈയെടുക്കണം. എല്ലാം നിന്റെ കൈവെള്ളയിലിട്ട് അമ്മാനമാടുന്ന പരുവത്തിൽ എത്തിച്ചിരിക്കുക അപ്പച്ചി. സ്വന്തം ഭാര്യ ബെഡ്റൂമിൽ നിന്ന് അടിച്ചിറക്കുന്നതിനേക്കാളും അപമാനം ഒരു പുരുഷനുണ്ടാവാനുണ്ടോ? പാവം ജഗൻ ആകെ തകർന്നിട്ടുണ്ടാവും. ജഗന്റെ മൃത്യുദോഷം അകറ്റാനാണ് ഈ ഒഴിഞ്ഞു മാറലും ഒളിച്ചു കളിയും എന്നൊക്കെ തുറന്നു പറഞ്ഞാലോ ആ പാവത്തിനോട്? വേണ്ട, അങ്ങനെ തുറന്നു പറഞ്ഞ പിന്നെ ഞാൻ നടത്തുന്ന വഴിപാടുകൾക്കൊന്നും ഫലപ്രാപ്തി ഉണ്ടാവില്ല. വേണ്ട, എല്ലാം രഹസ്യമായി തന്നെ സൂക്ഷിക്കാം. നന്ദനമ്മേ നന്ദനമ്മേ മോൾ ഉറങ്ങിയില്ലേ ഇതുവരെ? ഇല്ല. എന്തിനാ വന്ദനമ്മേ ജയനാങ്കിളിനെ ഒഴിവാക്കുന്നത്? വന്ദനമ്മേ, ജയനാങ്കിൾ എന്ത് തെറ്റാ ചെയ്തത്? നീ ഒന്നും മിണ്ടാതിരുന്നേ. ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും സംസാരിക്കാതെ കിടന്നുറങ്ങാൻ നോക്ക്. നാളെ സ്കൂളിൽ പോകാനുള്ളതാ. വീട്ടനാണല്ലോ മാധവേട്ട. ചന്ദ്രു, നീ ഉറങ്ങിക്കാണുമെന്നാ ഞാൻ കരുതിയത്. ഇല്ല, മാധവേട്ടന്റെ ശബ്ദം ഒന്ന് കേട്ടിരുന്നെങ്കിൽ എന്ന് വിചാരിച്ചതേ ഉള്ളൂ. മാധവേട്ടൻ കിടന്നിട്ടുണ്ടാവൂന്ന് കരുതി. നീ ഉറങ്ങുന്ന സമയം കഴിഞ്ഞല്ലോ. നേരെ ഇത്രയായിട്ട് എന്താ ഉറങ്ങാത്തത്? അവിടെ ജോലി കൂടുതൽ വല്ലതും ഉണ്ടോ? ജോലി കൂടുതലോ? അവരെന്നെ കൊണ്ട് ജോലിയൊന്നും ചെയ്യിപ്പിക്കുന്നില്ല മാധവേട്ട. വെറുതെ ഇരുന്നു മടുത്തു. കൃത്യം 8 മണിയാവുമ്പോ ഉറങ്ങാനാ പറഞ്ഞിട്ടുള്ളത്. നിനക്ക് അവിടെ വിഷമങ്ങളൊന്നും ഇല്ലെന്ന് എനിക്ക് വിശ്വസിക്കാവോ ചന്ദ്രു? വിശ്വസിക്കാം. മോനും മരുമോളും എന്നെ പൊന്നുപോലെ നോക്കുന്നത്. എന്താ ചന്ദ്രു നിന്റെ ശബ്ദത്തിന് വ്യത്യാസം? നല്ല ക്ഷീണം അനുഭവപ്പെടുന്നുണ്ടെന്ന് തോന്നുന്നല്ലോ. നെഞ്ചുവേദന വന്നതും ആശുപത്രി പോയതൊന്നും മാധവേട്ടൻ അറിയണ്ട. പാവം വല്ലാതെ വിഷമിക്കും. ചന്ദ്രു, ചന്ദ്രു, നീ എന്താ ഒന്നും മിണ്ടാത്തത്? മാധവേട്ട,
അത് പിന്നെ വെള്ളം മാറി കുളിച്ചതിന്റെ അസ്വസ്ഥതയായിരിക്കും. അതിനും മരുന്ന് കഴിക്കുന്നുണ്ട്, ഉടനെ മാറിക്കോളൂ. മാധവേട്ടന്റെ ശബ്ദത്തിനൊരു മാറ്റം പോലെ. എന്താ, വല്ലായ്ക്ക് വല്ലതുണ്ടോ? ഏയ്, ഒന്നുമില്ല. എനിക്ക് ഉറക്കം കിട്ടുന്നില്ല, അതാ എന്റെ പ്രശ്നം. നീ അടുത്തില്ലാത്തതിന്റെ കുറവാ. എന്തെങ്കിലുമൊക്കെ മിണ്ടിയും പറഞ്ഞും പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തിയൊക്കെ അല്ലേ നമ്മൾ ഉറങ്ങുന്നത്. നീ ഇല്ലാതായപ്പോ അതിനൊന്നും കഴിയുന്നില്ല. നിന്നെ കാണാതിരിക്കാൻ പറ്റുന്നില്ല എനിക്ക്. വല്ലാത്തൊരു ശ്വാസമുട്ടലാ, ഒറ്റപ്പെടല്. എങ്ങനെ ശേഷിച്ച കാലം കൂടി നീ എന്റെ കൂടെ ഉണ്ടായേ പറ്റൂ. ചന്ദ്രു, നമുക്കൊരു യാത്ര പോവാം. അങ്ങ് ദൂരെ ഹിമാലയത്തിലെങ്ങാനും പോയി ആരും അറിയാതെ ഒറ്റയ്ക്ക് താമസിക്കാം.